നമുക്കിന്ന് വറുത്തരച്ച് കടച്ചക്ക മസാല ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഞാൻ കുക്കറിലാണ് കേട്ടോ അതൊക്കെ ചെയ്യണത്. ഇനി അതൊന്ന് വഴണ്ട് വന്നാൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, തക്കാളി ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ കറിവേപ്പില ഇടുക, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കടച്ചക്ക അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലിന് വേവിച്ചെടുക്കാം. ഇനി പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയിട്ട് കറിവേപ്പില ഇടുക, നാളികേരം ഇടുക, കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. ഇനി നമുക്ക് വേവിച്ചിട്ടുള്ള കടച്ചക്കയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. തിളച്ച് ഒന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആവുന്ന സമയത്ത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിടുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.